ഏയ് ആകാശത്തിൻ്റെ മുകളിൽ നമുക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ആദ്യത്തെ നിലയിലല്ലയോ, അപ്പം രണ്ടാമത്തെ നിലയോ, അപ്പോൾ താഴെയുള്ളവരെ കാണാൻ പറ്റുമോ നമുക്ക്? താഴെയുള്ളവരെ കാണാൻ ഒക്കത്തില്ല. നമ്മൾ ഇരിക്കുന്നതിന് താഴ്ഭാഗത്ത് ആകാശമുണ്ടോ? ആൾക്കാരും ഉണ്ട്, ഭൂമിദേവിയും ഉണ്ട്. ആണോ? ഭൂമിദേവിയുണ്ട്. ഭൂമിദേവി ഭൂമിയുടെ അടിയില് ചിലപ്പോ നമ്മള് അങ്ങനെ നടന്നു പോകുമ്പോ ഭൂമിദേവിയുടെ തലയിലാ ചവിട്ടുന്നത്. ആണോ? നമ്മളൊന്നും പറയത്തില്ല ഭൂമിദേവി നമ്മൾ ചവിട്ടുന്നുണ്ട്. സംസാരമൊന്നും നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ആണോ? അപ്പം നമ്മളിരിക്കുന്നതിന് താഴെ നമുക്ക് ഭൂമിദേവിയുണ്ട്. മേളിലിരിക്കുന്നവർക്കോ? ഭൂമിദേവി നമ്മൾക്ക് കാണാൻ ഒക്കത്തില്ല, എന്താ പറയുന്നത്. അപ്പം മേളിലിരിക്കുന്നവർക്കോ? മേലെ ഇരിക്കുന്നവർക്ക് നമ്മളെ കാണാൻ ഒക്കത്തില്ല. ആണോ? മേലെ ഇരിക്കുന്നവർക്ക് അവരുടെ മേളിലെ ആൾക്കാരെ കാണാൻ ഒക്കത്തില്ല. അപ്പോൾ അച്ഛൻ കാണാത്തുള്ളൂ, കഴുത്തിന് വയ്ക്കാൻ പോയി. അപ്പം മേളിയിരിക്കുന്നവരപ്പോൾ കുളിക്കുന്ന വെള്ളമൊക്കെ നമ്മുടെ മേളിൽ വീഴുന്ന മഴയായിട്ട് അതായിരിക്കും. കുളിച്ചായിരിക്കും മേഘമൊക്കെ മാറുന്നത്. അപ്പോൾ നമ്മൾ വിമാനത്തിലൊക്കെ പോകുമ്പോൾ മേളിൽ കണ്ടൂടെ? അവർക്ക് നമ്മളെ കാണാൻ പറ്റുമോ? അവർക്ക് നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ല. എന്താ? ഇവിടെ മൊത്തം മണ്ണല്ലേ, കാണാൻ പറ്റില്ല. മേളിലും മണ്ണുണ്ടോ? അപ്പം മേളിൽ ആ മണ്ണ് നമ്മുടെ ദേഹത്ത് വീഴത്തില്ലേ? പാറയും മണ്ണൊക്കെ. അതെന്താ? ആകാശമുണ്ടല്ലോ, ആകാശത്തിന് മേളിലാ മണ്ണ്. അപ്പം ആ മണ്ണ് വീണാലും ആകാശത്ത് നിൽക്കത്തേ ഉള്ളത്, താപ്പോട്ട് വരത്തില്ലല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ റോക്കറ്റൊക്കെ വിടുമ്പോഴോ, നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ റോക്കറ്റ് വിടത്തില്ലേ മേപ്പോട്ട്? അതൊക്കെ അവർക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? റോക്കറ്റ് ആകാശത്തിന് താഴെയായിരിക്കും പോകുന്നത്. ആണോ? അപ്പം അവർക്ക് അവിടെയും കാണുമല്ലേ? അനാക്കൊണ്ടയും പിന്നെ പോത്തും ആനയൊക്കെ അവിടെയും കാണും അവർക്കല്ലേ? അല്ലേ വിമാനമൊക്കെ? അപ്പൊ അവർ മേളിന്റെ അവിടെ കടലുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ മേളിലും ആൾക്കാർ കാണൂല്ലേ? അവിടെ കടലുണ്ടെങ്കിൽ ചുഴലിക്കാറ്റ് ആനക്കൊണ്ടൊക്കെ വീട് വരെ വീഴാൻ പറ്റും. ആണോ? വലിയ വീടൊക്കെ വിഴുങ്ങും ആനക്കൊണ്ടോ? വലിയ ആളല്ലേ, നമ്മൾ നോക്കും വലിയ പാമ്പാ. വലിയ പാമ്പാ. ഫോണിലൊക്കെ കാണുമ്പോ കൊച്ചു പാമ്പ് പോലല്ലേ കാണുന്നത്, കൊച്ചു വണ്ണമല്ലേ. നമ്മൾക്ക് കാണുമ്പോ വലിയ വണ്ണം, വീടിന്റെ വണ്ണം. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് വിഴുങ്ങുമായിരിക്കില്ലേ? വയറ്റിലാക്കും. പല്ലൊന്നും ഇല്ലല്ലേ? വിഴുങ്ങത്തേ ഉള്ളോ? ചായക്കും വിഴുങ്ങും. നമ്മളൊന്നും വിഴുങ്ങി നമുക്ക് രക്ഷപ്പെടാക്കത്തില്ലല്ലേ? നമ്മുടെ ആറ്റി കാണൂ. നമ്മുടെ ആറ്റി കാണത്തില്ല. നമ്മുടെ ആറ്റിൽ ഒത്തിരി വെള്ളം ഉണ്ടല്ലോ, പിന്നെന്തോ? ഞാൻ കുളിക്കാൻ പോയില്ലേ അവിടെ, അപ്പൊ എന്നെ ആനക്കൊണ്ട് പിടിച്ചില്ലല്ലോ. അപ്പൊ അവിടെ ആനക്കൊണ്ടില്ല. മുതല കാണൂ.